63-ാം ദിവസം രാവിലെ 8 മണി. ചേലും കൊണ്ട് മോഹിപ്പിക്കും പെണ്ണാണ് മണിവാനത്താരം പെണ്ണിൻ വെയിൽ മിന്നാണ് താരം നിന്നെ കണ്ടാലമ്പും വില്ലും വച്ചേരെ കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനെ നെഞ്ചോരം ഡോറുണ്ട് ചുണ്ടോറും ശീലുണ്ട് കണ്ടാലും കൂടുമ്പം കൊണ്ടാടണ്ടേ കൊണ്ടാട്ടച്ചേറാക്കാൻ നല്ലാട്ടക്കാരുണ്ട് കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെന്റെ കുട്ടി കാത്തിരിക്കും നേരം വന്നെ ചില്ലം ചില്ലാല അറുപത്തിമൂന്നാം ദിവസം ഉച്ചയ്ക്ക് 12 മണി. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് കാര്യം ചെയ്യുന്നുണ്ടോ? റെസ്പെക്ട് കൊടുക്കുന്നൊരു മനുഷ്യനായ അല്ലെങ്കിൽ ആ പ്രായത്തിന് റെസ്പെക്ട് കൊടുക്കുന്നുണ്ടോ? ആ പ്രായത്തിന് ബഹുമാനം കൊടുക്കുന്നുണ്ടോ? നിങ്ങളെല്ലാവർക്കും റെസ്പെക്ട് കൊടുക്കുന്ന ഒരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് നിങ്ങൾ മതിയായ റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ സാധാരണ മനുഷ്യന് പോലെ ഡോഗിന് പോലെ എന്റേതായ റെസ്പെക്ട് കൊടുക്കുന്നു. നോക്കുക എന്നെ ഫോളോ ചെയ്യുന്നു. എന്തിനാണ് നിങ്ങൾ വോയിസ് കേൾക്കുന്നത്? നോക്കന്നെ ഫോളോ നോക്കാം. സാധാരണമായ ഒരു കാര്യം ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. എന്താണ് ഫാൻമോണി ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഫാൻമോണി എന്തെങ്കിലും പറയൂ. ഫാൻമോണിക്ക് ഒരു അഭിപ്രായം ഇല്ലേ? ആവശ്യമുള്ളവർക്ക് വോയിസ് കേൾക്കും. ഫാൻമോണി ഇവിടെ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ കൊണ്ട് ഒരു ഉപയോഗമില്ല. വെറുതെ ഒരു കൈത പോലെ നമ്മൾ കൈത എന്ന് പറയാത്തത് എന്തുകൊണ്ടാച്ചാൽ അതൊരു ആക്ഷേപമായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. മിസ്റ്റർ കിൻഡോ, ഒരു ബഹുമാനം ഒരു മനുഷ്യൻ റെസ്പെക്ടോ എന്തെങ്കിലും കാര്യം മനുഷ്യനെ കൊടുക്കും. കിൻഡോ അല്ലേ ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് പ്രായത്തിന് ബഹുമാനം കൊടുക്കും. എന്തെങ്കിലും പറയുക അത് യുക്തിപരമായിട്ട് യുക്തിയായിട്ട് സംസാരിക്കും. കാര്യമുണ്ടോ? നിങ്ങൾ പറയുന്നത് മുഖത്തേക്ക് നോക്കിണ്ടോ? നമ്മൾ സൗന്ദര്യം ജീവിതം മനസ്സിലാക്കും. എന്തുകൊണ്ട് സ്ത്രീകൾക്ക് ബഹുമാനം കൊടുക്കുന്നില്ല? സമാധാനപ്പെട്ടു. ഞാൻ പറയുന്നത് കേൾക്കട്ടെ. നിങ്ങൾ സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഒരാളായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. നിങ്ങൾ സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഒരാളാണെങ്കിൽ സ്ത്രീകൾ പറയുന്നത് കേൾക്കാൻ നിങ്ങൾ തയ്യാറാവും. പക്ഷെ നിങ്ങൾ ഇതുവരെ സ്ത്രീകൾ പറയുന്നത് കേൾക്കാൻ തയ്യാറാവാതെ നിങ്ങളുടെ ജിമ്മും നിങ്ങൾ വലിയ ആളാണെന്ന് പറഞ്ഞ് നടക്കുന്നതാണ് ഞാനിവിടെ വന്ന മുതൽ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു കാര്യങ്ങളും കൂറ ഒരു നേരം ചുവയായിട്ടുള്ള ചെയ്യുന്നുണ്ടോ? ഒരു മനുഷ്യനായിട്ട് ബിഹേവ് ചെയ്യാൻ അറിയോ? ഈ ചാവേനെ പോലുള്ള സംസാരമില്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യുന്നു? ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ അറിയോ? നല്ല പെരുമാറാൻ എന്നെ ചാളമേരിയെന്ന് കിൻഡ് പറഞ്ഞിരിക്കുന്നു. അത് എനിക്കൊരു ഫിസിക്കൽ അസറ്റിന് പകരം എനിക്കൊരു പേഴ്സണൽ അസറ്റായിട്ടാണ് തോന്നുന്നത്. ഞാൻ ചാളമേരിയെ പോലെ ഞാൻ ലൈറ്റായിട്ട് പറഞ്ഞു. എനിക്ക് 23-ാം ദിവസം ഉച്ചയ്ക്ക് 12:15. ഞാൻ ചാളമേരി എന്നല്ല വിളിച്ചേ. ഉദാഹരണം പറഞ്ഞു മനസ്സിലാക്കി. ചാളമേരിയെ പോലെ പറഞ്ഞത് ചാളമേരി എന്ന് പറഞ്ഞു. ചാളമേരി എന്റെ അമ്മയാണ്. മനസ്സിലാക്കാം. എന്റെ അമ്മയുടെ സ്വഭാവം പോലെ ഞാൻ പറഞ്ഞത്. കൊടുക്കുന്നില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കാം. അസ്മി കാര്യം പറഞ്ഞത് മനസ്സിലാക്കുന്നില്ല. ഞാൻ ചാളമേരി എന്നല്ല വിളിച്ചേ. ചാളമേരിയെ പോലെ ഒരു ബഹുമാനം അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ എന്തെങ്കിലും ഒരു കാര്യം പറയണ്ടേ? ഒരു മനുഷ്യത്തല്ലേ മനുഷ്യന്മാർക്ക് അത് എന്തെങ്കിലും വേണ്ടേ? സംഭവമില്ല. കൂടെക്ക് സംസാരിക്കാൻ അറിയില്ല, ബിഹേവ് ചെയ്യാൻ അറിയില്ല, ഒരാൾ മുണ്ടാൻ അറിയില്ല, പറഞ്ഞാൽ അറിയില്ല, യാതൊന്നും അറിയില്ല. അറ്റ്ലീസ്റ്റ് ചായ നോക്കാൻ പോലും അറിയില്ല. ഇതാണ് ഈ കൂറ. എന്തിനാണ് ഈ ഡൈവോഴ്സിൽ
എൻട്രൻസ് കൊടുത്തത് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവും. അറ്റ്ലീസ്റ്റ് എൻട്രൻസ് കൊടുത്തതിന് യോഗ്യതയില്ല. ഡൈവോഴ്സ് എന്തിനാ എൻട്രൻസ് കൊടുത്തത് എനിക്കറിയില്ല. എന്തെങ്കിലും കഴിവ് വ്യക്തികൾക്ക് വേണം. അത് ആ കഴിവ് പ്രകടിപ്പിക്കുന്നതിന് നോക്ക്. എല്ലാ കാര്യത്തിനും നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ആ കളിക്കുന്നത് നന്നായി, ഗെയിം കളിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ഇപ്പൊ ഞാൻ തെറ്റ് ചെയ്തു മാത്രമാണ് കാര്യമില്ല. എന്നോട് സംസാരിക്കുമ്പോ എന്നോട് സംസാരിക്കാം. ആസ്മിന് ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല. വെറുതെ ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അറ്റ്ലീസ്റ്റ് കാര്യങ്ങൾ ചപ്രിയാൽ ഒരു രൂപയുടെ ഗുണമില്ല. ഒരാളിങ്ങനെ നടക്കാം, ആളെ താങ്ങി അങ്ങനെ നടക്കാം. ചപ്രിക്ക് വേറെ എന്തെങ്കിലും അറിയോ? എന്തെങ്കിലും കഴിവുണ്ടോ? അത് പ്രകടിപ്പിക്കുക, അത് മാന്യമായി പ്രവർത്തിക്കുക, അത് സംസാരിക്കുക. ഇതെന്തെങ്കിലും ഉള്ളു ചപ്രിക്ക്? എന്താ പറയുക? എന്തെങ്കിലും പറഞ്ഞോ? എന്താണ് പറയുക? കേക്കട്ടെ. എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ ഞാൻ പറയാം, ഒരു നല്ല മനുഷ്യനാണ്. നാളെ മനുഷ്യനായിട്ട് എന്താണ് കാര്യം? ആസ്മിന് വല്ലതും മനസ്സിലാവണ്ട. നല്ല മനുഷ്യനായ പോലെ അത് കാണിക്കണം, പ്രകടിപ്പിക്കണം, സമൂഹത്തിൽ ആസ്മിൻ ചലചലാന്ന് ചലക്കുന്നു എന്ന് ഇയാൾ പറഞ്ഞു. ആസ്മിൻ ചലക്കുന്നു. നിനക്ക് വേണ്ടിയാണ് ഞാൻ ഈ മനുഷ്യനോട് ഇന്ന് തർക്കിച്ചത്. ഈ പുള്ളിയോട്. എന്ന കഥാപാത്രത്തിന് വെറും വഴക്കിടാൻ മാത്രം അറിയാം. പെരുമാറാനോ സംസാരിക്കാനോ റെസ്പെക്ട് കൊടുക്കാനോ യാതൊരു കാര്യം. അറ്റ്ലീസ്റ്റ് ഒരു ചായ ഉണ്ടാക്കാൻ പോലും നേരം ചൊവ്വ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ആ ചപ്പാത്തി ഏതെങ്കിലും മോഡലിംഗ് ഉണ്ടാക്കി അതുപോലും അറിയില്ല. 63-ാം ദിവസം ഉച്ചതിരിഞ്ഞ് 3 മണി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? പറയൂ. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണ്? അതെന്റെ ഇഷ്ടമാണ്. ഞാൻ ചപ്രയുടെ മടിയിൽ വരെ ഇരിക്കും. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഇത് ചില ലക്ഷണം കാണുന്ന ഒരു ഷോ ആണെന്ന് അറിയില്ലേ ആസ്മി? ഈ ചപ്രതിന്റെ വാലാണ്. എന്റെ വാലാവൻ നിങ്ങൾക്ക് ഇവന് യോഗ്യത ഇല്ല, ഇവന് തന്നെ അറിയാം. അത് ചിന്തിക്കാനുള്ള സാമാന്യ കോമൺ സെൻസ് കൂറയ്ക്കുണ്ടോ? കൂറ എന്തെങ്കിലും അറിയോ നിങ്ങൾക്ക്? എന്താ വായി ഇറങ്ങിപ്പോ. നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ നിങ്ങളുടെ സംസ്കാരത്തിലേക്ക് ഇറങ്ങി വരാൻ എന്നെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഒന്ന് റീതിങ്ക് ചെയ്യൂ. നിങ്ങൾ എന്താണ് കാണിച്ചിരിക്കുന്നത്? നിങ്ങൾ തമ്മിൽ ഇവിടെ വന്നിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ലേ ഉണ്ടായിട്ടുള്ളൂ? നിങ്ങൾ തമ്മിൽ യഥാർത്ഥത്തിൽ എന്താണ്? പ്രേമമാണോ? അത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ പലതുമായിരിക്കും. അത് നിങ്ങൾക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായി? ഇവിടുത്തെ ഒരു കാൻഡിഡേറ്റ് എന്ന നിലയിൽ എനിക്ക് അതിനെ പറ്റി അറിയണമെന്ന് താല്പര്യമുണ്ട്. എന്നാ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ അത് പറയൂ. പക്ഷെ താങ്കളവർ ഇത് ഫ്രണ്ട്ഷിപ്പ് ആയിട്ടല്ലോ കാണും. നിന്റെ കൈപ്പോഴും അവന്റെ ബാക്കിയുള്ളവരായിട്ടൊന്നും നിങ്ങൾ എന്തുകൊണ്ട് മിങ്കിൾ ചെയ്യുന്നില്ല? എനിക്ക് പറയാനുള്ളത് പറഞ്ഞു ആസ്മി. വേണമെങ്കിൽ തിരുത്താം. ചപ്രി, നീയെങ്കിലും ഒന്ന് റീതിങ്ക് ചെയ്യും. നീ എപ്പോഴും അവളുടെ ഭാരമായി നടക്കുന്നത് എന്തുകൊണ്ടാ? നിങ്ങൾ തമ്മിൽ എന്താണ്? ഫ്രണ്ട്ഷിപ്പ് ആണോ? നല്ലത് ആസ്മി. പബ്ലിക്കായി ഇങ്ങനെ പുകവലിക്കുന്നത് അത്ര നല്ല ശീലമായി എനിക്ക് തോന്നുന്നില്ല. ഇത്രയും ന്യായീകരിക്കുന്ന കിൻഡോക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഫാൻ മണിയെ ഒന്ന് ഉപദേശിച്ചൂടാ? ഞാൻ എത്രയോ വട്ടം ഫാൻ മണിയോട് പറഞ്ഞു പോയിട്ട് പോകാൻ ഫാൻമണിയോട് ഞാൻ പറഞ്ഞില്ലേ തീരെ കളിക്കാൻ പാടില്ലെന്ന്. പബ്ലിക് ഏരിയല്ലേ? എനിക്കിപ്പോ നിങ്ങളുമായി 3000 സീറ്റ് വെച്ച് മാറ്റാൻ പറ്റില്ല. ഞാൻ പക്ഷപാതം പറഞ്ഞു 10 പ്രാവശ്യം പറഞ്ഞു. മനസ്സിലായി? ഫാൻമണിക്ക് ഇഷ്ടമാണെങ്കിൽ ഫാൻമണി വിളിക്കാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രത്യേകിച്ച് ഈ പ്രായമുള്ള ഫാൻമണി ആക്കി എന്ത് പറയാൻ പറ്റും? ഒന്നും പറയാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞത്.
നമുക്ക് അറ്റ്ലീസ്റ്റ് പറഞ്ഞ് മനസ്സിലാക്കാം, പബ്ലിക്കായി ചെയ്യാൻ പാടില്ല. ഫാൻമണിയുടെ അഭിപ്രായം എന്താ? ഞാൻ 100 വട്ടം പറഞ്ഞില്ല. എന്നിട്ട് എന്തുകൊണ്ട് ഇവിടെ ഒരു ബോംബ് പൊട്ടത് ഞാൻ കണ്ടില്ല? നല്ല കാര്യം മനസ്സിലാക്കണം. അല്ലാതെ അത് വലിയ കാര്യം ഞാൻ പബ്ലിക്കായി ഫാൻമണി അത് വലിയൊരു കാര്യം എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് സോറി സോറി ഫാൻമണി നിങ്ങൾക്ക് പറയുന്നത് കേൾക്കുന്നില്ലേ? ഫാൻമണി കൺഫ്യൂഷൻ റൂമിലേക്ക് വരിക. 63-ാം ദിവസം ഉച്ചതിരിഞ്ഞ് 3:10. ഫാൻമണി, എന്താണ് സംഭവിച്ചത്? പെട്ടെന്ന് ഞാൻ ടെൻഷൻ വന്നപ്പോ അങ്ങനെ വെച്ചു പോയതാണ്. ഫാൻമണി ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? എന്റെ പോയി പോയി പബ്ലിക് സ്ഥലത്ത് സ്മോക്കിംഗ് ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതിനാൽ തന്നെ നിങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ ക്ഷമാപണം നടത്തേണ്ടതാണ്. ഓക്കെ ബൈ ബോസ്. ഇനി നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഇനി വീണ്ടും ഈ തെറ്റ് ആവർത്തിക്കരുത്.